നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗണിതശാസ്ത്രത്തിൻ്റെ ചരിത്രമാണ്. മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് ഗണിതശാസ്ത്രത്തിന്. ശാസ്ത്രത്തിൻ്റെയും എൻജിനീയറിങ്ങിൻ്റെയും മാത്രമല്ല, തത്വശാസ്ത്രത്തിൻ്റെ പോലും വളർച്ചയുടെ അടിസ്ഥാനം ഗണിതമാണ്. അലഞ്ഞു നടന്നിരുന്ന മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ ഗണിതശാസ്ത്രത്തിൻ്റെ ക്രമമായ വികാസത്തിനും തുടക്കം കുറിച്ചു. മാനവ സംസ്കാരം നാം പെടുത്ത എല്ലായിടങ്ങളിലും ഗണിതശാസ്ത്രം ആവിർഭവിക്കുകയും അത് വളരുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഗ്രീക്ക് റോമൻ ഗണിതശാസ്ത്രവും ഇന്ത്യ അറബിക് ഗണിതശാസ്ത്രവും ചൈനീസ് ഗണിതശാസ്ത്രവും അറബിക് ഗണിതശാസ്ത്രവുമൊക്കെ ഉടലെടുത്തു. നവോത്ഥാന കാലഘട്ടത്തിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ കേന്ദ്രം യൂറോപ്പായി മാറിയതോടെ ഗണിതശാസ്ത്രത്തിൻ്റെ പിന്നീടുള്ള വികാസവും യൂറോപ്പിൽ നിന്നായി മാറി. BC 6-ാം നൂറ്റാണ്ടിലാണ് ഒരു പ്രത്യേക വിഷയമെന്ന നിലയിൽ ഗണിതശാസ്ത്രത്തിൻ്റെ പഠനം ആരംഭിക്കുന്നത്. പഠിക്കേണ്ട വിഷയം എന്നർത്ഥം വരുന്ന മാത്മ എന്ന പ്രാചീന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് മാത്തമാറ്റിക്സ് ഉണ്ടാകുന്നത്. BC 500-നടുത്ത് ഗ്രീസിൽ ജീവിച്ചിരുന്ന പൈതഗോറസിനെ ക്ഷേത്രഗണിതത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നു. ബാബിലോണിയയിൽ BC 1900-നടുത്ത് രചിച്ച ഫ്ലിംതൺ 322, ഈജിപ്തിൽ BC 2000 മുതൽ 1800 കാലയളവിൽ രചിച്ച റിൻഡ് മാത്തമാറ്റിക്കൽ പേപ്പറസ്, BC 890 അടുപ്പിച്ച് രചിച്ച മോസ്കോ മാത്തമാറ്റിക്കൽ പേപ്പറിസ് എന്നിവയാണ് ഗണിതശാസ്ത്രത്തെക്കുറിച്ച് ലഭ്യമായ ഏറ്റവും പ്രാചീന ഗ്രന്ഥങ്ങൾ. പൈതഗോറസ് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇവയെല്ലാം. ലോകമാകെ ഇന്ന് ഉപയോഗിക്കുന്ന ഇൻഡോ അറബിക് സംഖ്യാരീതിയും അതിൻ്റെ പ്രയോഗങ്ങളും AD 1-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ആരംഭിച്ചു. ഇസ്ലാം ഗണിതശാസ്ത്രത്തിലൂടെ പടിഞ്ഞാറോട്ട് പടർന്നു പന്തലിച്ചു. ഗ്രീക്കിലും അറബിക്കിലും ഉണ്ടായ ഈ ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങളും ലാറ്റിൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. അത് പിന്നീട് പിൽക്കാല യൂറോപ്പിൽ ഗണിതശാസ്ത്രത്തിൻ്റെ വികാസത്തിന് വഴിതെളിച്ചു. വേട്ടയാടി നടന്ന ആദിമ മനുഷ്യർക്ക് എണ്ണത്തെയും അളവിനെയും രൂപത്തെയും സംബന്ധിച്ച ധാരണയുണ്ടായിരുന്നു എന്നതിന് ധാരാളം തെളിവുകൾ പാറകളിൽ നിന്നും ഗുഹകളിൽ നിന്നുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. സ്വാസിലാൻഡിലെ ലമോംബെ മലനിരകളിൽ നിന്ന് ലഭിച്ച 29 അടയാളങ്ങളുള്ള ബബൂണിൻ്റെ